बकर उनके पिदर है वो अरूसे ഷാഹിദീൻ. എന്നാൽ ആയിഷ ബീവി ഈ സ്നേഹം ഇങ്ങോട്ട് വിളക്കി ചേർക്കുവാനുള്ള എല്ലാവിധ പണികളും എല്ലാവിധ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ചോദിക്കും, കൈഫ ഹുബ്ബുക ലി യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എപ്രകാരമാകുന്നു? ഫയഖൂലു, അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയും, കഉഖദത്തിൽ ഹബലി, കെട്ടിയിടപ്പെട്ട കയറിനെ പോലെയാകുന്നു. കെട്ടിയിടപ്പെട്ട ഒരിക്കലും പൊട്ടിക്കാൻ കഴിയാത്ത കയറിനെ പോലെയാകുന്നു. രൂഢമൂലമായ ബന്ധമാകുന്നു നമ്മൾ തമ്മിലുള്ളത്. അതിൽ ആയിഷ ബീവി ചോദിക്കും, കൈഫൽ ഉഖ്ദതു യാ റസൂലല്ലാഹ്, എങ്ങനെയുള്ള കെട്ടാണത്? ഖാല ഹിയ അലാ ഹാലിഹാ, അത് പൊട്ടാത്ത കെട്ടാണ് ആയിഷ, അത് രൂഢമൂലമായ ബന്ധമാണ് ആയിഷ എന്ന് ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പഠിപ്പിക്കുന്നു. ആയിഷയോടുള്ള സ്നേഹം വിളക്കി ചേർക്കുന്നു. കാലങ്ങൾക്ക് ശേഷം മറ്റുള്ള ഭാര്യമാരും മറ്റുള്ള സഹധർമ്മിണികളും ഇത് തങ്ങൾക്ക് കൂടി ഒരു നേട്ടമാണ്, ഈ ഒരു സ്നേഹബന്ധം തങ്ങൾക്ക് കൂടി ഒരു അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. സൗദാ റളിയല്ലാഹു അൻഹാക്ക് പ്രായമേറിയപ്പോൾ റസൂലിന് തന്റെ വീട്ടിൽ ഊഴമുള്ള രാത്രി ആയിഷക്ക് വേണ്ടി ഹദിയ കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. മറ്റൊരിക്കൽ സൊഫിയ ബീവി അള്ളാഹുവിന്റെ റസൂലിന് അതൃപ്തിയുണ്ടാക്കുന്ന എന്തോ ഒന്ന് ചെയ്തപ്പോൾ ആ തൃപ്തി നീങ്ങി കിട്ടുന്നതിന് വേണ്ടി ആദ്യമായി സമീപിച്ചത് ആയിഷ ബീവിയെ ആയിരുന്നു. ആയിഷ, നീ റസൂലിന്റെ അടുത്ത് പോയി എന്നോടുള്ള തൃപ്തിക്കേട് നീങ്ങിക്കിട്ടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അതിന് എന്റെ ഊഴമുള്ള രാത്രി നിനക്ക് വേണ്ടി ഞാൻ നൽകുന്നു ആയിഷ എന്ന് സഫിയ ബീവി പറഞ്ഞതും ആയിഷ ബീവി പോയതും തൃപ്തിക്കേട് മാറിക്കിട്ടിയതും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന സത്യങ്ങളാകുന്നു. ഈ വിധം സ്നേഹബന്ധത്തിലായി തുടരുന്ന ഒരു ജീവിതമായിരുന്നു ആയിഷ ബീവിയിൽ നാം കാണുന്നത്. അങ്ങനെ മഹത്വങ്ങളാൽ ഐശ്വര്യങ്ങളാൽ ഊഷ്മളമായ ഒരു ജീവിതത്തിന്റെ ചിത്രങ്ങളെ ആയിഷ ബീവിയുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ണീര് കൊണ്ട് അടയാളം വെക്കപ്പെട്ട ഏടുകൾ ആയിഷ ബീവിയുടെ ജീവിതത്തിൽ നാം മറുവശത്ത് നോക്കിക്കാണുകയാണ്. കണ്ണീരിൽ ചാലിച്ചെടുത്ത ഉറക്കമില്ലാത്ത പകലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ സ്വബർ കൊണ്ട് നേരിട്ട അനുഭവവും ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിനൊരു പതിവുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു യാത്ര, യുദ്ധത്തിനോ മറ്റോ ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ സഹചാരിയാക്കാൻ സഹധർമ്മിണിമാരിൽ ഒരാളെ കൂടെ കൊണ്ടുപോകുക എന്ന ഒരു പതിവ്. ഇത് ആരെ കൂടെ കൊണ്ടുപോകണം എന്നതിന് നറുക്കിട്ടെടുത്ത് ആർക്ക് നറുക്ക് കിട്ടിയോ, ഭാര്യമാർക്കിടയിൽ തുല്യനീതിക്ക് വേണ്ടി ആർക്ക് നറുക്ക് കിട്ടിയോ അവരെ കൂടെ കൊണ്ടുപോകും. ഹിജാബ് നിർബന്ധമാക്കപ്പെട്ടതിനു ശേഷമുള്ള ഒരു യുദ്ധം, ബനുൽ മുസ്തലഖ് യുദ്ധം, ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രസിദ്ധമായ ബനുൽ മുസ്തലഖ് യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി പോകാൻ വരുമ്പോൾ സ്വാഭാവികമായും നറുക്കിട്ടു. നറുക്ക് വീണത് നമ്മുടെ സ്മര്യ സൂനം ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിക്ക് നറുക്ക് കിട്ടി. ഒരു പ്രത്യേകമായൊരു ഒട്ടകക്കട്ടിൽ സജ്ജീകരിച്ചു. ആ ഒട്ടകക്കട്ടിലേറി യുദ്ധസംഘത്തോടൊപ്പം ആയിഷ ബീവിയും യാത്ര തിരിച്ചു. അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു വിജയം ആ യുദ്ധത്തിൽ കൈവരിച്ചുകൊണ്ട് മുസ്ലിം സൈന്യം മദീനയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധസംഘം മദീനയോടടുക്കുന്നു, സമയം സന്ധ്യയോടടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് തീരുമാനിക്കുന്നു, ഇന്ന് രാത്രി ഇവിടെ തങ്ങണം, നാളെ പ്രഭാതമായതിനു ശേഷം മദീനയിലേക്ക് നമുക്ക് കയറി ചെല്ലാം. തീരുമാനമനുസരിച്ച് ആ പ്രവിശ്യയിൽ തമ്പടിക്കുകയും അങ്ങനെ സ്വഹാബികൾ ഓരോരുത്തരായി തങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ മേഖലകളിലേക്ക്, വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ആയിഷ ബീവിയും തന്റെ വൈയക്തികമായ ആവശ്യത്തിന് വേണ്ടി, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു ഭാഗത്തേക്ക് നടന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. ഓരോ സ്വഹാബികളായി ദൂരെ ദിക്കുകളിലേക്ക് പോയവരൊക്കെ ആ പ്രവിശ്യയിലേക്ക് മടങ്ങിയെത്തി തുടങ്ങി.
വീണ്ടും യാത്ര പുറപ്പെടാനുള്ള സമയമായി തുടങ്ങി. ആയിഷ ബീവിയും മടങ്ങി വന്നു. ആയിഷ ബീവി തന്റെ ഒട്ടകക്കട്ടിലിന്റെ അടുത്തെത്തിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, തന്റെ മാല വിനഷ്ടമായിരിക്കുന്നു. അസ്മാ റളിയല്ലാഹു അൻഹായിൽ നിന്ന് താൻ കടം വാങ്ങിയ മാല കാണുന്നില്ല, മാല നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മഹദിയായ ആയിഷ മനസ്സിലാക്കുന്നു. കൗമാരപ്രായത്തിലുള്ള ആയിഷ ബീവി അസ്വസ്ഥയായി. വന്ന വഴിയെ തിരിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. മാല അന്വേഷിച്ചിട്ടുള്ള ഓട്ടം. ഓരോ മേഖലകളിലും നോക്കി നോക്കി തിരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയ സഹാബികൾ എല്ലാവരും എത്തിച്ചേർന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സഹാബികൾ ആയിഷ ബീവിയുടെ ഒട്ടക കട്ടിലെടുത്തിട്ട് ഒട്ടകത്തിലേക്ക് പുറത്തു വെച്ചു. അവര് വിചാരിച്ചത് ആയിഷ ബീവി തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് ശേഷം മടങ്ങി വന്ന് ഒട്ടക കട്ടിലിൽ കയറിയിരിക്കുകയാണ് എന്ന് അവർ ചിന്തിച്ചു പോയി. ആയിഷ ബീവി തന്നെ പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഞാൻ ഭാരമില്ലാത്ത പെണ്ണാണ്, ശോഷിച്ച പെണ്ണാണ്. അന്ന് ഞാൻ ശോഷിച്ച പ്രകൃതിയുള്ള ഒരു പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനുണ്ട് എന്ന് കരുതിയിട്ടാണ് അവർ ഒട്ടകക്കട്ടിൽ പുറത്തു വെച്ചത്. റസൂലിന്റെ കുടുംബത്തിന് ഭക്ഷണം വേണ്ടതുപോലെ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. പൊന്നും വെള്ളിയും ശത കണക്കായുക്തം പോലെ പൊന്നു തൃക്കയാൽ ദാനം ചെയ്ത നാളുകളിൽ പോലും ഗേഹത്തിൽ കൊറ്റീനോടും വകയില്ലാത്ത മൂലം ആഹന്ത പട്ടിണിയായി കഴിഞ്ഞു തിരുമേനി. പുറത്ത് നോക്കുമ്പോ നല്ല ജൂതാണ്, നല്ല കൊടുതിയാണ്. പക്ഷെ വീട്ടിനുള്ളിൽ പട്ടിണിയായ ഒരുപാട് ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതല്ലേ ആയിഷ ബീവി പറയുന്നത്, മാശബിഅലു മുഹമ്മദിൻ മിൻ ഖുബ്സി ശഈർ യൗമൈനി മുതതാബിഈൻ ഹത്താ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം 2 ദിവസം തുടർച്ചയായിട്ട് ബാർലി കൊണ്ടുണ്ടാക്കിയ റൊട്ടി കഴിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഏറ്റവും ചീപ്പായ റേറ്റിന്, ഏറ്റവും തുച്ഛമായ വിലക്ക് കിട്ടുന്ന ബാർലി കൊണ്ടുള്ള ഭക്ഷണം പോലും 2 ദിവസം തുടർച്ചയായി കഴിക്കാത്ത നേതാവാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഞാൻ ശോഷിച്ച ഒരു പ്രകൃതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒട്ടകക്കട്ടിൽ പുറത്തേക്ക് വെച്ചു. ഒട്ടകത്തിന് പുറത്ത് വെച്ച് അവർ യാത്ര തുടങ്ങി. ആയിഷ ബീവി മാല അന്വേഷിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാല അന്വേഷിച്ച് അവസാനം നോക്കുമ്പോഴതാ കിടക്കുന്നു മാല കയ്യിലെടുത്ത് സന്തോഷത്തോടെ, അതിലേറെ ആവേശത്തോടുകൂടെ ആ തമ്പടിച്ച പ്രവിശ്യയിലേക്ക് വരികയാണ്. പ്രവിശ്യയിൽ വന്നു നോക്കുമ്പോ കാണുന്നത് ശൂന്യമായ മരുപ്പറമ്പാണ്. ലൈസ ബിഹാ ദാഇം വലാ മുജീബ്. ഒരു മനുഷ്യപ്പുറ്റുപോലും അവിടെ കാണുന്നില്ല. ആയിഷ ബീവി മനസ്സിൽ ഉറപ്പിച്ചു, അള്ളാഹുവിന്റെ പരീക്ഷണമാകുന്നു, അള്ളാഹുവിന്റെ പരീക്ഷണമാകുന്നു. ലോകനായകന്റെ പ്രിയപ്പെട്ട പത്നി ആരാരുമില്ലാത്ത ശൂന്യമായൊരു മരുപ്പറമ്പിൽ നോക്കുമ്പോ ശൂന്യം. ഒരൊറ്റ മരമാണ് ആകെ അവിടെ ഉണ്ടായിരുന്നത്, ഒരൊറ്റ മരം. പരീക്ഷണമാണ് എന്ന് ഉറപ്പിച്ച് വിഷന്നൊട്ടിയ വയറും ക്ഷീണിച്ചവശയായ ശരീരവും ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞ മനസ്സുമായ ആയിഷ ബീവി ആ ദൂരെ കാണുന്ന മരത്തിന്റെ ആ സ്വൽപ്പമുള്ള തണലിൽ വന്ന് വിശ്രമിക്കുകയാകുന്നു. ദൂരേക്ക് കണ്ണു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഒട്ടകക്കട്ടിലില്ല എന്ന വാർത്തയറിയുമ്പോൾ അവർ മടങ്ങി വന്നിട്ട് എനിക്ക് പോകാൻ സാധിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ ദൂരേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷെ ക്ഷീണത്തിന്റെ ആധിക്യത്താൽ ആയിഷ ബീവി അറിയാതെ ഉറങ്ങിപ്പോവുകയാകുന്നു. ആ സമയത്താണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന സ്വഹാബി വര്യൻ, മഹാനവറുകളുടെ ഡ്യൂട്ടി തന്നെ യുദ്ധക്കളത്തിലോ യാത്രയിലോ നഷ്ടമായ മറന്നുവെച്ച വസ്തുക്കളെ കളക്ട് ചെയ്തിട്ട് റസൂലിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക എന്നതായിരുന്നു സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഡ്യൂട്ടി. മഹാനവറുകൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കറുത്ത രൂപം, ഒരു പർദ്ദയണിഞ്ഞ ഒരു വനിതയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു രൂപം കണ്ടു. ജിജ്ഞാസയോടെ, പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ
വന്നു നോക്കുമ്പോൾ കാണുന്നത് ഉലകം പടക്കാൻ കാരണദൂതരായ ലോകനായകന്റെ പ്രിയപ്പെട്ട പത്നീത ആരാരും തുണക്കില്ലാതെ ഭയവിഹ്വലയായിട്ട് കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിതെന്താണ് കാണുന്നത് എന്നാലോചിച്ച് മഹാനവറുകളുടെ നാവിൽ നിന്നറിയാതെ വന്നുപോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ട് ആയിഷ ബീവി ഞെട്ടി എണീറ്റ് പെട്ടെന്ന് തന്റെ മുഖത്തിൽ നിന്ന് മാറിയ ആ ഹിജാബ് കൊണ്ട് പൂർണ്ണമായും മറച്ചു. അപ്പോഴേക്ക് സഫ്വാൻ റളിയല്ലാഹു അൻഹു താൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ ആയിഷ ബീവിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു. ആയിഷ ബീവി അതിൽ കയറിയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിന്നിട്ട് ഒട്ടകത്തെ നയിച്ചുകൊണ്ട് മുമ്പേ നടക്കുന്നു. ആയിഷ ബീവി ഒട്ടകത്തിന് പുറത്തിരിക്കുന്നു. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. ആയിഷ ബീവി തന്നെ പറയുന്നു, വല്ലാഹി മാ കല്ലമനി കലിമത്തുൻ വലാ സമിഅതു മിൻഹു കലിമാ. എന്നോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല, ഞാനൊരു വാക്കും സഫ്വാനിൽ നിന്ന് കേട്ടിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മദീനയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ മദീനയിലേക്ക് എത്തുന്ന സമയമായപ്പോഴേക്കും സമയം ഉച്ചയോടടുത്തിരുന്നു. പക്ഷേ മദീനയിൽ ഇവരെത്തുമ്പോഴേക്ക് ഫിത്നയുടെ വാക്കുകൾ മദീനയിൽ പരന്നു കഴിഞ്ഞിരുന്നു. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ നേതൃത്വത്തിൽ ആയിഷ ബീവിക്കെതിരെ, പ്രവാചക കുടുംബത്തിനെതിരെ, അള്ളാഹുവിന്റെ റസൂലിനെതിരെ കുപ്രചാരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നു. റസൂലിന്റെ ഭാര്യ അന്യ പുരുഷനുമൊത്ത് അന്തിയുറങ്ങിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് മുനാഫിക്കുകൾ കാതോരം പറഞ്ഞു നടക്കുകയാണ്. ആയിഷ ബീവി ഇതൊന്നും അറിയണില്ല. വീട്ടിലെത്തിയപ്പോഴേക്കും മഹദി രോഗിയായി കഴിഞ്ഞു. രോഗിയായിട്ട് വീട്ടിൽ കഴിയുക, പുറത്ത് തന്നെ കുറിച്ച് നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ ഒന്നും ആയിഷ ബീവി ശ്രദ്ധിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആയിഷ ബീവി ഒന്ന് നോട്ട് ചെയ്തു, റസൂലിന്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. പഴയ പോലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, പഴയ പോലെ കളി തമാശകളില്ല, പഴയ പോലെ കുശലാന്വേഷണങ്ങളില്ല. സലാം പറയുന്നു, സുഖമല്ലേ എന്ന് അന്വേഷിക്കുന്നു. ഇതിനപ്പുറത്തൊന്നും കാണില്ല. ഇതൊരു സംശയം ഉദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു മിസ്തഹ് വീട്ടിൽ വന്നു. ഉമ്മു മിസ്തഹ് വീട്ടിൽ വന്നിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നതാ. രാത്രി സമയത്ത് അവർ വീട്ടിന് പുറത്തേക്ക് നടക്കേണ്ടി വന്നു. പുറത്തേക്ക് നടക്കുന്നതിനിടക്ക് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് തടഞ്ഞു വീഴാൻ പോയപ്പോ നാവിൽ നിന്ന് വന്നത് തഇസ മിസ്തഹ്, തഇസ മിസ്തഹ്, മിസ്തഹ് നശിക്കട്ടെ. ആയിഷ ബീവിക്ക് അത്ഭുതമായി. ഒരു ബഹുവന്യരായ സ്വഹാബിയെ കുറിച്ച് നിങ്ങൾ പുത്രശാപം നടത്തുകയാണോ, സ്വന്തം പുത്രന് ശപിക്കുന്ന വാക്കുകളാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറഞ്ഞത്, ആയിഷ, നിങ്ങളെ കുറിച്ച് അപവാദ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആയിഷ. എന്റെ മിസ്തഹും ആ കൂട്ടത്തിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആയിഷ. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാ. ആ ആവശ്യത്തിനൊന്നില്ല, നേരെ വീട്ടിലേക്ക് വന്നു. റസൂലിനോട് സമ്മതം ചോദിച്ചിട്ട് സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് പോയി. മാതാക്കളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലതും അറിഞ്ഞോ? മാതാപിതാക്കളും പറഞ്ഞു, ആയിഷ, നിന്നെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ച് മദീനയാകെ അപവാദ പ്രചരണങ്ങളാണ് ആയിഷ. ആയിഷ ബീവി പൊട്ടിപ്പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. ഏറെ സങ്കടമായത് തന്റെ മാനത്തിനല്ല പ്രശ്നം, ലോകനായകന്റെ മാനത്തിന് ഇതുമൂലം മിടിവ് പറ്റിയോ എന്നാലോചിച്ച് ലാ യർഖഉ ലീ ദമ്മുൻ വലാ അക്ഹുലു ബിനൗം. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റിപ്പോയി. ഉറക്കമില്ലാത്ത രാവുകളായി, ഉറക്കമില്ലാത്ത പകലുകളായി. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിൽ രക്തം വരുന്നതുവരെ ആയിഷ ബീവി പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്. ഈ കാലത്ത് വഹ്യ് പോലും നിലച്ചുപോയി എന്ന് ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു അൻസ്വാരിയായ സ്ത്രീയുമായിട്ട് ആയിഷ ബീവി ഇങ്ങനെ സംസാരിച്ച് പൊട്ടിപ്പൊട്ടിക്കരയാണ്. റസൂലിന്റെ സങ്കടം, റസൂലിന് എന്റെ വിഷയത്തിൽ അനുഭവിക്കേണ്ടി വന്ന മാനക്കേട്, ഇതാലോചിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരുന്നത്. വളരെ സന്തോഷമായി.
വീട്ടിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, ആയിഷയുടെ അടുത്തു പോയിരിക്കുന്നു. ഈ അപവാദ പ്രചരണത്തിന് ശേഷം ആദ്യമായിട്ട് റസൂൽ ഇരിക്കുന്നത്. കൂടുതൽ സന്തോഷം. ഇരുന്നിട്ട് പറയുന്നു, ആയിഷ, നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്നതാണ്. പക്ഷേ നിന്റെ പക്കൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അപവാദങ്ങൾക്ക് കാരണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഇസ്തിഗ്ഫാർ നടത്തണം ആയിഷ. ഇത് ആയിഷ ബീവിക്ക് താങ്ങാൻ കഴിയുന്ന വാക്കല്ല. റസൂല് എന്റെ വിഷയത്തിൽ ശങ്കിക്കുന്നു, റസൂല് എന്റെ വിഷയത്തിൽ ആശങ്കപ്പെടുന്നു, എന്റെ കാര്യത്തിൽ റസൂലിന് പോലും സംശയമുണ്ട് എന്ന വാക്ക് ആയിഷക്ക് സഹിക്കുവാൻ കഴിയുന്ന വാക്കല്ല. ആയിഷ ബീബി പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു, പ്രിയപ്പെട്ട പിതാവ്, എന്തെങ്കിലും ഒന്ന് റസൂലിനോട് പ്രതികരിക്കണം, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ റസൂലിനോട് പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് റസൂലിനോട് എന്ത് പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ല ആയിഷ. ഉടനെ മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണേ മാതാവേ. മാതാവും അതേ വാക്ക് പറഞ്ഞപ്പോൾ പാവം ആയിഷ പൊട്ടിക്കരച്ചിൽ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിനറിയാം, അള്ളാഹു എന്റെ നിരപരാധിത്വം വ്യക്തമാക്കും. ഈ അവസരത്തിൽ എനിക്കൊന്നും പറയാനില്ല. യൂസുഫിന്റെ പിതാവിന്റെ വാക്കുകളല്ലാതെ ഒരു വാക്ക് പോലും എനിക്ക് മൊഴിയാനില്ല. എന്താണ് വാക്ക്? ഫസ്വബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഭയങ്കരമായ കഠിനമായ ക്ഷമയുടെ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ, അള്ളാഹു എന്നെ സഹായിക്കും എന്ന വാക്ക് പറഞ്ഞു. ഇത് കേട്ട് റസൂല് എഴുന്നേറ്റിട്ട് ആ വീട്ടിന്റെ പുറത്തേക്ക് നടക്കുക. ആ പടിയങ്ങ് ചവിട്ടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കിനിഞ്ഞിറങ്ങുകയാണ്. രാജമാലാക ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ആയിഷ കുറ്റക്കാരിയല്ലെന്ന് അള്ളാഹു സാക്ഷി പറയുന്നു. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന് തുടങ്ങി 10-17ഓളം ആയത്തുകൾ ആയിഷ ബീവിയുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കുകയാണ്. അങ്ങനെ ഒരു മഹത്തായ ഒരു അധ്യായം ആയിഷ ബീവിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. കേവലം ഒരു ചരിത്രം കേൾക്കുക എന്നതിലുപരി ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന 4 പാഠങ്ങളുണ്ട്. ആ പാഠമാണ് നമ്മൾ ഉൾക്കൊണ്ടത്. ഒന്നാമത്തെ പാഠം, ഏത് നാട്ടിലും ഫിത്നയ്ക്ക് വേണ്ടി ഏത് കാലത്തും ചില ആളുകൾ ഉണ്ടാകും. സാക്ഷാൽ മുനാഫിക്കുകൾ ഏത് നാട്ടിലും ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കണം. ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് പറഞ്ഞ് പരത്തി സ്വന്തം അമല് ബാത്തിലാക്കുന്ന ഒരു പ്രവണത സ്ത്രീ സമൂഹത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കനത്തായ ഒരു താക്കീതാണ് ആയിഷ ബീവിയുടെ ഈ സംഭവം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുനാഫിക്കുകൾ പറഞ്ഞു പരത്തും, അതിൽ പാവപ്പെട്ട സത്യവിശ്വാസികൾ പെട്ടുപോകും. അത് സൂക്ഷിക്കണം. ആയിഷ ബീവിയുടെ വിഷയത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മുനാഫിക്കുകൾ അങ്ങ് പറഞ്ഞു പരത്തിയപ്പോ സ്വഹാബികളിൽ പെട്ട ചിലർക്ക് സംശയം തോന്നി. അവരും ഒന്ന് കൂടെ നിന്ന് സംസാരിച്ചു മുനാഫിക്കുകളോട് കൂടെ. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാകുന്നു. ആരായിരുന്നു ഹസ്സാൻ? മദീനയിലെ പള്ളിയിൽ ഒരു പ്രത്യേക പീഠം ഹസ്സാന് ഗാനമാലപിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറ് ചെയ്യപ്പെട്ടിരുന്നു. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ് എന്ന പ്രത്യേക പ്രാർത്ഥന കിട്ടിയ സ്വഹാബിയാണ്. وأجمل منك لم ترقت عيني وأحسن منك لم تلد النساء എന്ന് തുടങ്ങി റസൂലിനെ പ്രകീർത്തിച്ചിട്ട് ധാരാളം കവിത പാടിയ സ്വഹാബിയാകുന്നു ഹസ്സാൻ റളിയല്ലാഹു അൻഹു.
പക്ഷേ ആയിഷ ബീവിക്കെതിരെ, പ്രവാചക കുടുംബത്തിനെതിരെ അറിയാതെ മുനാഫിക്കുകളോട് കൂടെ ചേർന്നിട്ട് ഒന്ന് സംസാരിച്ചു എന്ന കാരണത്താൽ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്റെ 2 കണ്ണുകളും പൊട്ടിപ്പോയി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ആയത്തൊക്കെ ഇറങ്ങിയതിനു ശേഷം മഹാനവറുകൾ പശ്ചാത്തപിച്ചു മടങ്ങിയെന്നും നല്ല നല്ല കവിതകൾ കൊണ്ട് ആയിഷ ബീവിയെ പ്രകീർത്തിച്ചു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹാനവറുകൾ പിന്നെ പാടി ആയിഷയെ കുറിച്ച്, ഹസാനുർ വസാനുമ്മ തുസന്നു ബിരീബതി വതുസ്ബീഹു ഗർതാമിൽ ലുഹൂമിൽ ഗവാഫിലി ഹലീലതു ഖൈറിന്നാസി ദീനം വമൻസിബാ നബിയിൽ ഹുദാ വൽ മക്റുമാത്തിൽ ഫവാളിലി ബാത്വഹാരത്ത് പാക് തീനത്ത് की फजीलत क्या करे. ആയിഷ ബീവിയെ കുറിച്ച് പറയുകയാണ്, പതിവ്രതയാണ്, പരിശുദ്ധയാണ്, പ്രകീർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും പ്രകീർത്തിച്ച് തീർക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ്. ബാത്വഹാരത്ത് പാക് തീനത്ത് की फजीलत क्या करे. कर रहा खुद मुस्तवी हो ആയിഷ ബീവിയുടെ നിരപരാധിത്വത്തിന് സാക്ഷി നിന്നത് അർശായിരുന്നു. അർശാണ് ലോകത്തോട് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചത് ആയിഷ നിരപരാധിയാകുന്നു, ആയിഷ കുറ്റക്കാരിയല്ല. കർറഹുദ് മുസ്തവീഹോ കർഹുദാർഷേബരി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഹസ്സാൻ റളിയല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട് വേറെ ആയിഷ ബീവിക്കെതിരെ സംസാരിച്ച ഒരാളെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിസ്തഹ് റളിയല്ലാഹു ആയിഷ ബീവിക്കെതിരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് മഹാനവറുകളുടെ 2 കൈകളും കുഴഞ്ഞുപോയി. സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ നാം പഠിക്കേണ്ട പാഠമാണ്. പാവപ്പെട്ട ആളുകളെ കുറിച്ച്, വിശുദ്ധന്മാരായ ആളുകളെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാൽ അവർക്കൊക്കെ ചരിത്രം കനത്ത വില തന്നെ നൽകിയിട്ടുണ്ട്, കനത്ത വില നൽകേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2ാമത്തെ പാഠം നാവിനെ സൂക്ഷിക്കണം എന്ന പാഠമാകുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു നമ്മുടെ നാവ്. വ്യഭിചാരാരോപണം സാർവത്രികമായി ഈ കാലഘട്ടത്തിൽ, മനുഷ്യന്റെ വില ഇടിഞ്ഞ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു നമ്മുടെ നാവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നാവ് പുറത്തേക്ക് പിടിച്ചിട്ട് പറയാറുണ്ടായിരുന്നു, ഹാദല്ലദീ ഔറദനി കുല്ലൽ മവാരിദ്. എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ പഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എവിടെയെങ്കിലും ചെറിയ ഒരു പാകപ്പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നാവ് കൊണ്ടാണ് എന്ന് സിദ്ദീഖ് തങ്ങൾ പറയാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പിന്നെ നാവിന്റെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വായിൽ ചരൽക്കല്ല് നിറച്ച് നടന്നിട്ട് മാതൃക പഠിപ്പിച്ചു തന്ന നായകനാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രധാനമായിട്ടും സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണം. ഒരു തമാശ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലോകത്ത് ഏറ്റവും വലിയ നുണ ആര് പറയും എന്നത് അറിയാൻ ഒരു നുണ പറയൽ മത്സരം സംഘടിപ്പിക്കപ്പെട്ടു. പല ആളുകളും വരുന്നു, പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഏറ്റവും വലിയ ഭീമൻ നുണ പറയാനുള്ള പരിശ്രമം. ചില ആളുകൾ പറഞ്ഞു, എനിക്ക് വാനലോകത്ത് 10,000 നിലകളുള്ള കെട്ടിടമുണ്ട്. ചിലർ പറയുന്നു, കടലിന് താഴെയിലൂടെ ഞാൻ വിമാനമോടിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ ഭീമൻ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മത്സരത്തിൽ സമ്മാനാർഹമായ നുണ ഏതായിരുന്നുവെന്ന് ചോദിച്ചാൽ, ഒരു പാവപ്പെട്ട മനുഷ്യൻ സ്റ്റേജിൽ വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടപ്പോൾ യാത്രക്കിടയിൽ ഞാനൊരു പുഴക്കടവിലൂടെ സഞ്ചരിച്ചു കൊണ്ടുവന്നു. അവിടെ 10-15 പെണ്ണുങ്ങൾ കൂടി അലക്കിക്കൊണ്ടിരിക്കുന്നു. അവരൊരു വാക്ക് മിണ്ടുന്നില്ല. ഇതായിരുന്നു ഏറ്റവും വലിയ നുണ.
1-2 സ്ത്രീകൾ ഒരുമിച്ച് കൂടുകയും പിന്നെ ഒന്നും പറയാതെ മറ്റുള്ളവരുടെ ഇറച്ചി ഭക്ഷിക്കുവാതെ അവിടെ ഒരുമിച്ച് കൂടുക എന്നതിനോളം വലിയ ഒരു നുണയില്ല എന്ന് ചരിത്രത്തിൽ ഒരു തമാശയായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. സഹോദരിമാര് സൂക്ഷിക്കേണ്ട പാഠം ആയിഷ ബീവിയുടെ ജീവിതം പഠിപ്പിക്കുന്നത് നാവ് സൂക്ഷിക്കുവാനാണ്. ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് ഈ ആരോപണങ്ങൾ വന്നപ്പോ 10-17 ആയത്തുകളിൽ അധിക ആയത്തുകളിലും നാവ് കൊണ്ടുള്ള വിനയെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നിസ്സാരമാണ്, അതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന് കരുതി പറയുമെങ്കിലും വഹുവ ഇൻദല്ലാഹി അലീം, അത് അള്ളാഹുവിന്റെ അടുത്ത് വലിയ കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഈ കൂട്ടത്തിൽ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാം. മൂന്നാമത്തെ പാഠം, ആയിഷ ബീവിയുടെ ഈ ചരിത്ര സംഭവം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം സ്വബ്ർ എന്ന പാഠമാണ്. ഒരു മനുഷ്യന്റെ കൂടെ പിറപ്പായിട്ട് നമ്മോട് കൂടെ സ്വബ്ർ, ക്ഷമ വേണം. ആയിഷ ബീവിയെ കൂടി ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഹൃദയഹാരിയായ ഒരു സംഭവം ആയിഷ ബീവിയുടെ സ്വബ്റായിരുന്നു. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ പകുതിയുടെയും അസ്തിത്വം നിലകൊള്ളുന്നത് സ്വബ്റിലാണ്, ക്ഷമയിലാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആയിഷ ബീവി തന്റെ മാതാപിതാക്കളിൽ നിന്ന് ഒരു സമാശ്വാസത്തിന്റെ വജസ്സുകൾ കേട്ടില്ല. എന്തിനധികം ലോകനായകൻ വരെ തന്റെ കാര്യത്തിൽ സംശയിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവിടുത്തെ നാവിൽ നിന്ന് നന്ദികേടിന്റെ വാക്ക് വന്നിട്ടില്ല. മറിച്ച് പറഞ്ഞത് ഫസ്വബ്റുൻ ജമീൽ. എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഈ ഒരു വാക്ക് മനസ്സിൽ നിന്ന് മായാൻ പാടില്ല. ഫസ്വബ്റുൻ ജമീൽ, അപാരമായ ക്ഷമ കൊണ്ട് ഞാൻ ഉൾക്കൊള്ളുകയാണ്. നാലാമത്തെ പാഠം ഫളന്നു ബിൽ മുഅ്മിനീന ഖൈറാ, മുഅ്മിനീങ്ങളെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കുവാൻ പാടുള്ളൂ. ആയിഷ ബീവിയുടെ ഈ ഒരു കഥ പുറത്തു വന്നപ്പോൾ വിശ്വാസികളിൽ, സ്വഹാബത്തികളിൽ അധിക ആളുകളും പറഞ്ഞത് സുബ്ഹാനല്ലാഹ് ഹാദാ ബുഹ്താനുൻ അലീം, പടച്ച തമ്പുരാനെ ഇത് വ്യക്തമായ കളവ് തന്നെയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഇസ്ലാമിക ലോകത്ത് ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലിന്റെ സന്നിധാനത്തിൽ വന്ന് പറയുന്നു, ഇത് മുനാഫിക്കുകളുടെ കല്ല് വെച്ച നുണകളിൽ പെട്ടതാകുന്നു. പുണ്യ നബിയെ, അങ്ങയുടെ തിരുശരീരത്തിൽ ഒരു ഈച്ച ഇരിക്കുന്നത് പോലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടല്ലേ അങ്ങയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാത്തത്. ഈച്ചക്ക് അങ്ങയുടെ ശരീരം നിഷിദ്ധമാണ്. ഈച്ചയുടെ കാലുകളിലുള്ള ചെറിയ മ്ലേച്ഛതകൾ പോലും അങ്ങയുടെ ശരീരത്തിലാകുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. ആ തമ്പുരാൻ അങ്ങേക്കും കുടുംബത്തിനും ഈ വിധം മോശമായ കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് നിഴലില്ലല്ലോ, അങ്ങയുടെ നിഴലിനെ പോലും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങേക്ക് നിഴലില്ലാത്തത്. അങ്ങയുടെ നിഴലിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാല് പതിയുമോ എന്ന് പേടിച്ചത് കൊണ്ട് അങ്ങേക്ക് നിഴലിനെ അള്ളാഹു കാത്തു രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കുടുംബത്തെ ഈ വിധം മോശമായ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന വിഷയത്തിൽ എനിക്കൊരു സംശയമേ ഇല്ല. ഇത് വ്യക്തമായ കളവാകുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലിനോട് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ചെരുപ്പിന്റെ താഴെ വല്ല അഴുക്കും പറ്റി പിടിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചെരുപ്പിന് താഴെയുള്ള ആ അഴുക്കിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും അത് നീക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നിരുന്നു. അങ്ങനത്തെ അള്ളാഹു ഈ വിധം മോശമായ ഒരു ആരോപണമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കി തരുന്നത് തന്നെയാണ്. ഇത് വ്യക്തമായ നുണയാണ്. ഇത് മുനാഫിക്കുകളുടെ കല്ല് വെച്ച നുണയാണെന്ന് അലിയാര് തങ്ങളും റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. നല്ലത് വിചാരിക്കണം. ആയിഷ ബീവിയെ കുറിച്ചും നല്ല അഭിപ്രായമേ കേൾക്കുന്നുള്ളൂ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ വിഷയം കേട്ടപ്പോൾ നേരെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു,
ആയിഷ ബീവിയെ കുറിച്ച് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഒറ്റ അടിക്ക് എടുത്ത ഉടനെ ഭാര്യ മറുപടി പറഞ്ഞു, ആരോപിതനായ ആയിഷ ബീവിയുടെ കൂടെ ആരോപിതനായ സഫ്വാന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ റസൂലിന്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുമായിരുന്നോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചോദ്യം ഏറ്റു. മഹാനവറുകൾ പറഞ്ഞു, ചിന്തിക്കുവാനേ സാധിക്കുന്നില്ല. ഉടനെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ആയിഷ ബീവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ റസൂലിനെ വഞ്ചിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. ഫആയിഷതു ഖൈറും മിന്നീ, എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നെക്കാളും ഖൈറായ ആയിഷക്ക് സാധിക്കില്ല എന്ന വിഷയം ഉറപ്പല്ലേ? മാത്രമല്ല വസഫ്വാനു ഖൈറും മിൻക, ഈ ആരോപിക്കപ്പെട്ട സഫ്വാൻ നിങ്ങളെക്കാളും ഖൈറായ മനുഷ്യനാകുന്നു എന്ന് സയ്യിദുനാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്. ബാത്വഹാറത്ത് പാക് തീനത്ത് की फजीलत क्या करे, बातहारत पाक तीनत की फजीलत क्या करे, कर रहा खुद मुस्तवी होकर खुदा अर्शे बरी. അർശ് സാക്ഷി നിന്നു. വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ കിട്ടുന്ന ഒരു ചരിത്രമാണ് ആയിഷ ബീവിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ആയിഷ ബീവിയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം, ഭർത്താവിന് അതൃപ്തിയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നു ആയിഷ ബീവി. ബദ്ധശ്രദ്ധയായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു യാത്രക്ക് പോയതാണ്. യാത്രക്ക് പോയി തിരിച്ചു വരുന്ന സമയത്തിന് നോക്കി ആയിഷ ബീവി തന്റെ വാതിലിലുള്ള കർട്ടനിൽ രൂപാലങ്കൃതമായ രൂപങ്ങളുള്ള ഒരു വിരി തൂക്കിയിട്ടു. റസൂൽ വരുമ്പോ ഈ വിരി കണ്ടിട്ട് സന്തോഷിക്കട്ടെ. അങ്ങനെ വിരി തൂക്കിയിട്ടിട്ട് ആയിഷ ബീബി കാത്തിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ കടന്നു വരുന്നു. കാണുന്നത് രൂപങ്ങളുള്ള ഒരു വിരിയാണ്. മുന്നോട്ട് വെച്ച കാല് റസൂൽ പിന്നോട്ട് തന്നെ വെച്ചു. ഉടനെ ആയിഷ ബീവി പറഞ്ഞു, തെറ്റുമാപ്പ് ചെയ്താലും റസൂലേ, തെറ്റുമാപ്പ് ചെയ്താലും റസൂലേ, എന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റെന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കി തരണം. അതിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, രൂപങ്ങളുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല ആയിഷ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആ വിരിപ്പ് അവിടെ നിന്ന് പറിച്ചെടുത്ത് ആ വിരിപ്പ് കീറിക്കളഞ്ഞതിന് ശേഷം അത് തലയണയുടെ ഉള്ളിൽ നിറക്കാനുള്ള വസ്തുവായി. ഭർത്താവിന് മുമ്പിൽ പിന്നെ ന്യായീകരണങ്ങളില്ല. പിന്നെ അവിടെ മർക്കട മുഷ്ടി പ്രയോഗിക്കുന്ന കാര്യങ്ങളില്ല. ആയിഷ ബീവി പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ കാണുന്നത് ആയിഷ ബീവിയുടെ 2 കൈകളിലും വലിയ വെള്ളി മോതിരങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോ കാണുന്നത് വലിയ മോതിരങ്ങളാണ്, വെള്ളി മോതിരങ്ങളാണ്. ഉടനെ റസൂല് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ കയ്യിലണിഞ്ഞിരിക്കുന്നത്? എന്താണ് കയ്യിലുള്ളത് ആയിഷ? സനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്. റസൂലേ, നിങ്ങളുടെ മുമ്പിൽ സുന്ദരിയാകാൻ, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പണിതുണ്ടാക്കിയതാണ് എന്റെ ഈ വെള്ളി മോതിരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ റസൂല് തിരിച്ചു ചോദിക്കുന്നു, അതിന്റെ സകാത്ത് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. ഖാല ഫഹസ്ബുക മിനന്നാർ, നിന്നെ നരകത്തിലെത്തിക്കാൻ ഈ വെള്ളിമോതിരങ്ങൾ ധാരാളമാണ് ആയിഷ. ഈ വെള്ളിമോതിരങ്ങൾ തന്നെ നിന്നെ അപാരമായ ചൂട് കൊണ്ട് നിറക്കപ്പെട്ട നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടാൻ ഇത് ധാരാളമാണ് ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സമകാലിക ലോകത്ത് പണവും മാനദണ്ഡമാകുമ്പോ 100 വട്ടം മാറ്റിയിട്ടും മനസ്സിന് തൃപ്തി വരാതെ ഷോപ്പിങ്ങിനിറങ്ങുന്ന പെണ്ണെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് മനസ്സിൽ നിന്ന് മായാതെ മറയാതെ നിൽക്കണം. ഹുവ ഹസ്ബുക മിനന്നാർ,
നിന്നെ നരകത്തിലെത്തിക്കുവാൻ ഇത് ധാരാളമാണ്. നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ മനസ്സിൽ വരണം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഷയത്തിൽ ആയത്തിറങ്ങിയപ്പോ പിന്നെ എന്ത്? സ്വർണം വെള്ളിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാനുള്ളതല്ല, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താണ് ഞങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി ചോദിക്കുന്നു, പിന്നെ ഞങ്ങൾ അയ്യുൽ മാലി നത്തഖിദു യാ റസൂലല്ലാഹ്, പിന്നെ എന്തൊരു സമ്പത്താ ഞങ്ങൾ സൂക്ഷിക്കേണ്ടത്? അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫൽയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാകിറാ വലിസാനൻ ദാകിറാ. അള്ളാഹുവിന്റെ അപാരമായ നിഅമത്തുകൾക്ക് ശുക്റുള്ള ഒരു ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലിസാനൻ ദാകിറാ, അള്ളാഹുവിന് ദിക്റ് ചൊല്ലുന്ന ഒരു നാവും നിങ്ങളോട് കൂടെയുണ്ടാകണം. മൂന്നാമത്തെ ഒരു പോയിന്റ്, വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദകും അലാ അംരിൽ ആഖിറാ. മൂന്നാമത്തത് വലിയ പോയിന്റാണ്. ഒരു മുഅ്മിനത്തായ വിശ്വാസിനിയായ ഒരു ഭാര്യ നിനക്ക് വേണം. ആ ഭാര്യയുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളെ ആഖിറത്തിന്റെ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു പെണ്ണ് നിങ്ങൾക്ക് വേണം. ഈ ഒരു സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ലോകത്തൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം തഖ്വ. തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യനുള്ള നേട്ടം ഒരു മുഅ്മിനത്തായ സ്വാലിഹത്തായ സൗജത്താകുന്നു. ആ സൗജത്തിനുള്ള ക്വാളിഫിക്കേഷൻ, ആ സൗജത്ത് നിന്നെ അനുസരിക്കുന്നു. ആ ഭാര്യയിലേക്ക് നോക്കുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുന്നു. നീ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി വീട്ടുന്നു. എല്ലാറ്റിനും ഉപരി നീ വീട്ടിലില്ലാത്ത സമയത്ത് നിന്റെ സമ്പത്തും അവളുടെ ശരീരവും അന്യ ആളുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അതാണ് തഖ്വക്ക് ശേഷം ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആയിഷ ബീവി ഇടക്കിടക്ക് നാട്ടിലുള്ള പെണ്ണുങ്ങളോട് പറയും, ഭർത്താക്കളെ വഞ്ചിക്കാൻ പാടില്ല, ഭർത്താക്കളെ വഞ്ചിക്കുവാൻ പാടില്ല. അവർക്ക് മുമ്പിൽ കഴിവതും അണിഞ്ഞൊരുങ്ങി നിൽക്കണം, കഴിവതും അണിഞ്ഞൊരുങ്ങി നിൽക്കണം. പെണ്ണെ, നിന്റെ 2 കണ്ണുകൾ ഊരിയെടുക്കാനും ആ കണ്ണുകളുടെ സ്ഥാനത്ത് നിന്റെ ഭർത്താവിന് കൂടുതൽ ഇഷ്ടമേകുന്ന കണ്ണുകൾ പ്രതിഷ്ഠിക്കുവാനും നിനക്ക് സാധിക്കുമെങ്കിൽ അതുകൂടി നീ ചെയ്യണമെന്ന് സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ പഠിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന, അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന, അവരോട് കുപിതയാകുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ ഓർക്കണം സഹോദരിമാരെ, ഉമ്മമാരെ. ആയിഷ ബീവിയാണ് നമ്മുടെ റോൾ മോഡൽ. ആയിഷ ബീവിയാണ് സ്വർഗത്തിലേക്ക് നയിക്കുന്ന നായിക. ആ നായികയുടെ വാക്കുകളാണ് നമ്മളിവിടെ അനുസ്മരിച്ചത്. അള്ളാഹു അവരോടുകൂടെ സ്വർഗലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പിന്നെ അവരുടെ ജീവിതത്തിൽ, ഏറെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നിഴലിച്ചു നിന്ന ഒരു പോയിന്റ് പരസ്പര സ്നേഹമായിരുന്നു. എപ്പോഴും സതുപദേശങ്ങൾ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഉണ്ടാകേണ്ട ഒന്നാണ്. അള്ളാഹുവിന്റെ റസൂലും ആയിഷ ബീവിയും ലോകത്തിനോട് പഠിപ്പിക്കാൻ നല്ല ഉപദേശങ്ങൾ എപ്പോഴും വേണം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്താണ് അല്പം ചില യഹൂദികൾ കടന്നു വന്നിട്ട് റസൂലിനോട് പറയുന്നു, അസ്സാമു അലൈക, അസ്സാമു അലൈക, നിന്റെ മേൽ നാശമുണ്ടാകട്ടെ. അസ്സലാമു അലൈക എന്ന് മാറ്റിയിട്ട്, നിന്റെ മേൽ രക്ഷയുണ്ടാകട്ടെ എന്നത് മാറ്റിയിട്ട് അസ്സാമു അലൈക, നിന്റെ മേൽ നാശമുണ്ടാകട്ടെ. റസൂല് ഒന്നേ പ്രതികരിച്ചുള്ളൂ, വ അലൈക്കും, നിങ്ങളുടെ മേലിലും. എന്താണെന്നും പറഞ്ഞു. ഇത് കണ്ടും കേട്ട് ആയിഷ ബീവി ഇരിക്കുന്നു. ആയിഷ ബീവി പറഞ്ഞു, വഅലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങളുടെ മേലിൽ ശാപവും നാശവും ഉണ്ടാകട്ടെ. ഉടനെ റസൂല് തിരുത്തി കൊടുത്തു, ആയിഷ സൗമ്യമായി പെരുമാറുക ആയിഷ, അള്ളാഹു എല്ലാ വിഷയത്തിലും സൗമ്യത ഇഷ്ടപ്പെടുന്നു ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഓരോ സന്ദർഭത്തിലും. ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഒരു യാചകൻ വന്ന സമയത്ത് എന്തോ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആയിഷ ബീവി തന്റെ അടിമയോട് പറഞ്ഞു.
ഇത് റസൂൽ ഇങ്ങനെ ഇരുന്ന് കാണാം. റസൂല് പറഞ്ഞു, ആയിഷ, എന്റെ പൊന്നാര ആയിഷ, എണ്ണി നോക്കി കൊടുക്കല്ല ആയിഷ, അള്ളാഹു നിനക്കും എണ്ണി നോക്കിയിട്ടേ തരുകയുള്ളൂ. ഇത്തഖിന്നാറ, നരകത്തെ നീ സൂക്ഷിക്കണം. വലോ ബിശിഖ് തംറത്തിൻ, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടാണെങ്കിലും. അങ്ങനെ ഉപദേശങ്ങൾ. നിസ്കാരം വൈകിപ്പിക്കുന്ന ഒരു പതിവ് നമ്മുടെ കാലഘട്ടങ്ങളിലെ പെണ്ണുങ്ങൾക്ക് കൂടുതലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസറും ളുഹറും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അവസാനത്തിൽ ഒറ്റ ഇരിപ്പിലാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആയിഷ ബീവി പറയുന്നു, വീട്ടിൽ തമാശയും കഥയും പറഞ്ഞിരിക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പോകും, ഞങ്ങളെ മുമ്പ് പരിചയമില്ലാത്ത വിധത്തിൽ എന്ന് ആയിഷ ബീവി പറയും. അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ് പറഞ്ഞത്. ഏറ്റവും ഫളിലുള്ള അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അസ്സലാത്തു അലാ വക്തിഹാ, നിസ്കാരം അതിന്റെ ഫസ്റ്റ് ടൈമിൽ നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ആ സ്നേഹബന്ധത്തിന് ഒരുപാട് മാതൃകകൾ. ഒരിക്കൽ ഒരു ഇറാനുകാരനായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നിട്ട് ഒരു ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് നിങ്ങളൊന്ന് വീട്ടിലേക്ക് വരണം, നമ്മുടെ ആതിഥ്യത്തിൽ ഒന്ന് പങ്കാളിയാകണം എന്ന് പറഞ്ഞു. ഒരു അതിഥിയായിട്ട് വീട്ടിലേക്ക് കടന്നു വരണം. റസൂല് ചോദിച്ചു, ഞാൻ വരാം, എന്റെ കൂടെ ആയിഷയും ഉണ്ടാകും. അതിൽ ആ ഇറാനുകാരൻ പറഞ്ഞു, പറ്റൂല, നിങ്ങൾ മാത്രം മതി. റസൂല് സമ്മതിച്ചില്ല. റസൂല് പറഞ്ഞു, എങ്കിൽ ഞാനില്ല, ഞാൻ ആ ക്ഷണത്തെ നിരാകരിക്കുന്നു. രണ്ടാമതും വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം. റസൂല് മറുപടി തിരിച്ചു പറയുന്നു, പഴയ പോലത്തെ മറുപടി പറയുന്നു. മൂന്നാമതും ഇത് തന്നെ പറഞ്ഞപ്പോ ഇറാനുകാരൻ പറഞ്ഞു, എന്നാൽ ആയിഷയും പോന്നോട്ടെ. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി ആ ആതിഥ്യത്തിൽ, സൽക്കാരത്തിൽ സ്വീകരിച്ചു, അതിൽ പങ്കുകൊണ്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്നേഹമുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ, തെറ്റ് കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കുന്നതിൽ ഒത്തിരി പോലും വൈഷമ്യം പ്രകടിപ്പിക്കാത്ത ഒരു സ്വഭാവം, അങ്ങനത്തെ ഒരു അത്ഭുതങ്ങൾ സംഗമിച്ച ഒരു ഭാര്യ-ഭർത്തൃ ജീവിതം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തന്നെ മറ്റൊരു ഭാര്യയായിരുന്ന സഫിയ ബീവിയെ കുറിച്ച് ആയിഷയിൽ നിന്ന് വന്നുപോയി ഒരു വാക്ക്, സഫിയ ഇത്രയേ ഉള്ളൂ, സഫിയ ഇത്രയല്ലേ ഉള്ളൂ എന്ന് ആയിഷ ബീവി ഒരു വാക്കങ്ങോട്ട് പറയേണ്ട താമസം റസൂലിന്റെ മുഖം ചുവന്നു തുടുത്തു. പിന്നെ റസൂല് പറയുന്നു, ആയിഷ, നീ പറഞ്ഞ വാക്ക് ഗുരുതരമായ വാക്കാണ്. ആ വാക്കെങ്ങാനും, ആ ഒരു വാക്ക് ഒരു വലിയ സമുദ്രത്തിലാണ് ഇടുന്നതെങ്കിൽ ആ സമുദ്രത്തിലെ ജലം മുഴുവൻ വിഷമായി പോകാൻ മാത്രം മാരകമായ വാക്കാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി തിരിച്ചു ചോദിക്കുന്നു, ഞാൻ സഫിയയെ കുറിച്ച് ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേണ്ട ആയിഷ, വേറെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയണ്ട ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ ജീവിതത്തിനിടയിൽ എത്രയോ പ്രയാസങ്ങള്, എത്രയോ ദുരിതങ്ങൾ സഹിച്ചുകൊണ്ട് 40 ദിവസം തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ല. ആയിഷ ബീവി പറയുകയാണ്, സമ്പത്തില്ലാത്തത് കൊണ്ട് 40 ദിവസം തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ റസൂല് വാതിലിന്റെ തലക്കൽ വന്ന് ചോദിക്കും, എന്തെങ്കിലും കഴിക്കാനുണ്ടോ ആയിഷ? വാതിലിന്റെ ഇങ്ങേ തലക്കൽ നിന്ന് മറുപടി ഒന്നുമില്ല. ഉടനെ റസൂല് പറയുന്നു, എങ്കിൽ ഞാൻ ഇന്ന് നോമ്പുകാരനാകുന്നു. ഉടനെ ആ തലക്കൽ നിന്ന് മറുപടി, ഞാനും നോമ്പുകാരിയാണ് എന്ന് വിശ്വനായകന്റെ ഭാര്യ പറയുമെന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു ബന്ധം മരണം വരെ നിലനിന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാന കാലഘട്ടങ്ങളിൽ എത്ര പ്രായമായിട്ടും എത്രയോ മരണത്തിന്റെ രോഗത്തിൽ കഷ്ടപ്പെടുമ്പോഴും റസൂൽ സഹധർമ്മിണിമാർക്കിടയിൽ തുല്യനീതി പാലിക്കുന്നതിന് വേണ്ടി വീടുകളിൽ അന്നും കയറി ഇറങ്ങി വരും, ഓരോ ദിവസം ഓരോ ഭാര്യമാർക്കിടയിൽ. പക്ഷേ എല്ലാ വീട്ടിലെത്തുമ്പോഴും ചോദിക്കും, ഐന അനഗദ, ഐന അനഗദ, നാളെ ഞാൻ എവിടെയാണ്, നാളെ ഞാൻ ഏത് വീട്ടിലാണെന്ന് ചോദിക്കും. ഭാര്യമാർക്ക് മനസ്സിലായി ആയിഷയുടെ വീട്ടിൽ എന്നെത്തും എന്ന് അന്വേഷിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ അവർ തീരുമാനിച്ചു ആയിഷ ബീവിയുടെ വീട്ടിൽ കൊണ്ടുപോയാക്കി. അങ്ങനെ റസൂലിന്റെ അന്ത്യനിമിഷങ്ങളാണ്.
മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ ഒരു മിസ്വാക്കുമായി, ഒരു ബ്രഷുമായി കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂലിന് പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദന്തശുചീകരണം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു മിസ്വാക്ക് കൊണ്ടുവന്നിട്ട് ആയിഷാ ബീവിയുടെ അടുത്ത് കൊടുത്തു. ആയിഷാ ബീവി അത് കടിച്ച് പദം വരുത്തിയതിനു ശേഷം റസൂലിന്റെ കയ്യിൽ കൊടുത്തു. റസൂൽ ഒരു ആരോഗ്യവാനെ പോലെ അതുകൊണ്ട് പല്ല് തേച്ചു. ഈ ഒരു സംഭവത്തെ എടുത്തു പറഞ്ഞിട്ട് ആയിഷാ ബീവി അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ റസൂലിന്റെ ഉമിനീരുമായി ഇടകലർന്ന ഉമിനീര് എന്റെ ഉമിനീരാണെന്ന് അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു ആയിഷ എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹു അവരോടുകൂടെ സ്വർഗലോകത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എന്നാൽ ഈ ബന്ധം മരണത്തിന് ശേഷവും തുടർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് തുടർന്നത് എന്ന് ചോദിച്ചാൽ റസൂല് പറഞ്ഞ ഓരോ വസിയ്യത്തുകളും ഓരോ ഉപദേശങ്ങളും ജീവിതത്തിൽ ഒന്നാകെ കൊണ്ട് നടന്നിട്ട് റസൂലിനോടുള്ള സ്നേഹവും ബന്ധവും നിലനിർത്തിയ ആയിഷ റളിയല്ലാഹു അൻഹ. അബൂ നഈം റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നത്, കാനത്ത് ലിദ്ദുന്യാ ഖാലിയ വഅൻ സുറൂരിഹാ ലാഹിയ വഅലാ ഫഖ്ദി അലീഫിഹാ ബാക്കിയ. ആയിഷ ബീവി ദുന്യാവിനോട് പിണങ്ങി നടന്ന ആളാകുന്നു, ദുന്യാവ് വെടിഞ്ഞ ആളാകുന്നു, ദുന്യാവിനോട് ദേഷ്യം വെച്ച ആളാകുന്നു. വഅൻ സുറൂരിഹാ ലാഹിയ, ദുന്യാവിലെ സുഖാസ്വാദനങ്ങൾ, ദുന്യാവിലെ ആഡംബരങ്ങളെക്കുറിച്ച് അശ്രദ്ധ കാണിച്ച പെണ്ണായിരുന്നു. അതോടുകൂടെ വഅലാ ഫഖ്ദി അലീഫിഹാ ബാക്കിയ, പ്രിയപ്പെട്ട തന്റെ ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായി ഖിന്നതയായി നടന്ന ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ജീവിതത്തിൽ ഏറ്റവും സുവർണകാലം നബിയോടൊപ്പമുള്ള കാലഘട്ടമാണ് എന്ന് ആയിഷ ബീവി പറയുന്നു. എത്ര സങ്കീർണമാണെങ്കിലും സങ്കുചിതമാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതാണെങ്കിലും റസൂലിന്റെ കൂടെയുള്ള ആ കാലഘട്ടം അതാണ് തന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് ആയിഷ ബീവി അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു.